മനുഷ്യനൊരു കളിപ്പാവയോ, മനുഷ്യനൊരു കളിപ്പാവയോ, അതോ വിധിയുടെ കൈകളിൽ അറിയാതെ തിരിയുന്ന വിളയാട്ടു പമ്പരമോ? ജീവിതം നാടകമോ, ജീവിതം നാടകമോ, അതോ വിധിയുടെ ആഴിയിൽ മറുകര തേടുന്ന കടലാസു തോണിയോ? മനുഷ്യനൊരു കളിപ്പാവയോ, ജീവിതം നാടകമോ? ഓരോ ദിനവും പേറും യാതന ജീവിക്കാനായി പൊരുതുന്നു ചേതന. ഓരോ ദിനവും പേറും യാതന ജീവിക്കാനായി പൊരുതുന്നു ചേതന. ഇടയ്ക്കെപ്പോഴോ നെയ്യുന്ന സ്വപ്നം, ഇടയ്ക്കെപ്പോഴോ നെയ്യുന്ന സ്വപ്നം, ഒടുവിൽ തകരുന്ന ചില്ലു കൊട്ടാരം, ഒടുവിൽ തകരുന്ന ചില്ലു കൊട്ടാരം. ഓ മനുഷ്യനൊരു കളിപ്പാവയോ, അതോ വിധിയുടെ കൈകളിൽ അറിയാതെ തിരിയുന്ന വിളയാട്ടു പമ്പരമോ? രാവും പകലും പോയി മറയുമ്പോൾ സ്നേഹബന്ധങ്ങൾ മാറി മറിയും. രാവും പകലും പോയി മറയുമ്പോൾ സ്നേഹബന്ധങ്ങൾ മാറി മറിയും. ജീവകണങ്ങൾ വീണ്ടും ഉണരും, ജീവകണങ്ങൾ വീണ്ടും ഉണരും. വിധിയുടെ താളത്തിൽ ഒഴുകിലയിക്കും, വിധിയുടെ താളത്തിൽ ഒഴുകിലയിക്കും. ഓ ഓ മനുഷ്യനൊരു കളിപ്പാവയോ, അതോ വിധിയുടെ കൈകളിൽ അറിയാതെ തിരിയുന്ന വിളയാട്ടു പമ്പരമോ? മനുഷ്യനൊരു കളിപ്പാവയോ, ജീവിതം നാടകമോ? ഓ ഓ ഓ
ഹലോ ഹലോ, എന്താണോ ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞില്ലേ? എന്ത് പറ്റിയടക്ക്? അതെ, വല്ലാത്തൊരു ടെൻഷൻ. എൻ്റെ ആദ്യ രാത്രിയല്ലേ. നീ പേടിക്കണ്ട, നീ വേഗം അവളടുത്തേ ചെല്ല്. എടാ പ്രേമ, നീ ഞാൻ തന്ന ആദ്യ രാത്രി എങ്ങനെ കാവ്യാത്മകമാക്കാം, ആദ്യ രാത്രിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഭാര്യയെ എങ്ങനെ മെരിക്കാം, ഈ 3 പുസ്തകങ്ങളും നീ വായിച്ചല്ലേ? അതെ, ഞാൻ വായിച്ചതാ. എന്നാൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് ബെഡ്റൂമിലേ പോയിക്കോ. പിന്നെ സെന്റ് പൂശാൻ മറക്കണ്ട, നിന്റെ വേർപ്പ് നാറ്റം അത്ര സഹിക്കാൻ പറ്റാത്തതാ. പിന്നെ ആക്രാന്തം വേണ്ടട്ടോ. ഓക്കെ, എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. പ്രിയേ, പ്രിയേ, എന്റെ കരളെ. അത് ശരിയാണ്. പ്രിയേ, പ്രിയേ, നീ എന്താ മൊബൈലിൽ നോക്കി ഇരിക്കണത്? അതല്ല പ്രേമേട്ടാ, ഞാൻ വാട്സപ്പ് മെസ്സേജ് അയക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച് ഏതെങ്കിലും വീഡിയോ കാണായിരിക്കും. പിന്നെ എനിക്ക് വാട്സാപ്പും ഫേസ്ബുക്കും ഭയങ്കര ഇഷ്ടാട്ടോ. പ്രിയേ, ഇന്നു മുതൽ നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കുകയാണേ. ഇപ്പം എനിക്ക് തോന്നുകയാണേ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്. അല്ലെങ്കിൽ ലോകത്തിൽ ഇത്രയും സുന്ദരിയായിട്ടൊരു നടിയെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടൂ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞതുപോലെ ഈ ദൈവത്തിൻ്റെ സ്വന്തം മോളാ. പിന്നെ ചേട്ടാ, ഞാൻ മറന്നു, ഈ പാല് കുടിക്കൂ, അതിന്റെ പകുതി എനിക്ക് തരും. ശരി. പിന്നെ ആദ്യ രാത്രിയെ കുറിച്ച് ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാനും. എനിക്ക് ശരിക്കും ഒരു ടെൻഷനും വരലും ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ കൂടെ ഒരു റൂമില്. എല്ലാരും അങ്ങനെയാണ് പ്രേമേട്ടാ. പിന്നെ ഞാൻ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ കാലത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ. പിന്നെ ആ കാലത്ത് പെൺകുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര വിഷമമായിരുന്നു. അല്ല, നിനക്കൊരു ടെൻഷനും ഇല്ലേ? എന്ത് ടെൻഷൻ? നമുക്ക് കിടക്കാം, എനിക്ക് ഉറക്കം വരുന്നു. അതെ, പിന്നെ ഞാനൊന്ന് പ്രിയെ കെട്ടിപ്പിടിച്ച് മുഖത്തൊരു ഉമ്മ വെച്ചോട്ടെ. എന്റെ പ്രിയ, ഹലോ ഹലോ, ഞാൻ രമേശനാണ്. ഏത് രമേശൻ? ഏത് ബ്രോക്കർ? എടോ, താൻ എവിടെ പോയി കിടക്ക? താൻ എത്ര നേരമായി വിളിച്ചോണ്ടിരിക്കുന്നു? വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശരിയായി എന്നാ പറയുന്നത്? നേരെ എത്രയായി? 8 മണി കഴിഞ്ഞില്ലേ? ഇനിയും നീ ഒരുങ്ങിയില്ലേ? നമുക്ക് 4 സ്ഥലം വരെ പോകണോ? നീ 8:30 ആകുമ്പോഴേക്ക് കവലയിരുത്തണോ? ഞാൻ അവിടെ ഉണ്ടാവിടോ. ഞാനേ എന്റെ ഭാര്യ ഒന്ന് അറിഞ്ഞു പോയതാ. ഭാര്യ? കല്യാണം?
താൻ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ഇന്നലെ രാത്രി എൻ്റെ കൂടെ മൈതാനത്തുണ്ടായിരുന്നല്ലോ. തന്റെ സ്വഭാവം പോയോ? ഏ ഞാനേ ഇന്നലെ രാത്രി മനോരമ സ്വപ്നം കണ്ടതാ. ഞാൻ പെട്ടെന്ന് റെഡിയാവാം. എടോ എന്റെ പൊന്നു പ്രേമ, ഇന്നത്തെ പെണ്ണ് കാണലോടുകൂടി നിന്റെ കല്യാണം ഉറപ്പാണ്. എനിക്കറിയാവുന്നവരാണ് ഇന്ന് കാണാൻ പോകുന്ന 4 പേരുടെ രക്ഷിതാക്കൾ. അവർക്ക് കുരുത്തമുള്ള ചെക്കനെ കിട്ടിയാൽ മതി. പിന്നെ നീ കുളിച്ച് സുന്ദര കുട്ടപ്പനായി വരണം. പിന്നെ വരുമ്പോൾ എന്റെ 2000 രൂപ പീസ് എടുക്കാൻ മറക്കണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ ഒരു 5000 രൂപയായാലും കുഴപ്പമില്ല. നാളെ മോളുടെ ഫീസ് അടയ്ക്കേണ്ട ദിവസമാ. അതാ നീ വേഗം വാ കവലയിൽ. ശരി കാശ് അല്ല, ഓരോ ദിവസവും എൻ്റെ മീശ രോമങ്ങൾ നിറയ്ക്കാണല്ലോ. ഇങ്ങനെ പോയാൽ എൻ്റെ മീശ മുഴുവൻ അധികം വഴികാണ്ട് തന്നെ കൊടുക്കും. എൻ്റെ പരശ്ശിനിക്കടവ് മുത്തപ്പ, ഇന്ന് ഞാൻ പോണത് എൻ്റെ 500ാമത്തെ പെണ്ണ് കാണാനാ. പെണ്ണ് കണ്ട് കണ്ട് മടുത്തുകൊണ്ടാ. ഇതെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ. എത്ര കാലമായി, എൻ്റെ 15 വർഷം, ചുരുങ്ങിയത് 3 ലക്ഷം രൂപയെങ്കിലും എൻ്റെ നല്ല പ്രായവും എനിക്ക് നഷ്ടമായത്. ചെരുപ്പ് തേഞ്ഞു എന്നല്ലാതെ എനിക്കൊരു കാര്യം ഉണ്ടായിട്ടില്ല. ഇതുവരെ കണ്ട മിക്കവാറും പെണ്ണുങ്ങളെ എനിക്കിഷ്ടായി, പക്ഷെ ആർക്കും എന്നെ ഇഷ്ടായില്ല. കാരണം എന്റെ ജോലി കൂലിപ്പണി എന്നതാണ് പ്രശ്നം. അതെ, ഇതെങ്കിലും ശരിയാക്കി തരണേ എന്റെ പൊന്നു മുത്തപ്പ. നിൽക്കൂ. നല്ല കണിയാണല്ലോ. ഈ വരുന്ന 10-ാം തീയതി എന്റെ കല്യാണാണ്. അതിന് തീർച്ചയായിട്ടും വരണം. നിനക്ക് പെണ്ണ് ശരിയായോ? പെണ്ണ് ശരിയാവാതെ കല്യാണത്തിന് വിളിക്കില്ലല്ലോ. അത് ഞാൻ ലൈനാക്കിയതാ. അല്ലാതെ എന്നെ പോലെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് ആരാ പെണ്ണ് തരിക? പിന്നെ അവൾക്ക് ഒരു ജോലിയുണ്ട്, ദുബായിൽ നേഴ്സാ. അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പ്രേമേട്ടാ, ഇതേ കൊണ്ടാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വല്ല പെണ്ണ് കാണാൻ പോവുകയാണോ? ഞാനോ? പെണ്ണ് കാണാനോ? ഞാൻ അമ്പലത്തിൽ പോയി ഇറങ്ങിയതാ. അത് കള പ്രേമേട്ടാ. എല്ലാരും അമ്പലത്തിൽ പോവാൻ മുണ്ടിട്ടല്ലേ, പാൻറ് എടുത്തല്ലോ. ഇത് ഉറപ്പാ പെണ്ണ് കാണാൻ തന്നെയാണ്. എല്ലാ വിളവൊന്നും വേണ്ടട്ടോ. ഞാനേ ആദ്യം കണ്ട് പെണ്ണിനെ കൃത്യസമയത്ത് കെട്ടിയിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലൊരു ഇതുപോലെ ഒരു സന്താനം എന്റെ മുമ്പിൽ നിന്നേനെ. അറിയാം നിനക്ക്, എനിക്ക് കല്യാണത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നാട്ടുകാർ നിർബന്ധിച്ചപ്പോ 1-2 പെണ്ണുങ്ങളെ പോയി കണ്ടു എന്നുള്ളൂ. തന്നെ കവലയിലെ ഒരു സുഹൃത്ത് കാത്തിക്ക. അല്ലല്ല, ഞാന് അമ്പലത്തില് സുഹൃത്തിനെ കാണാൻ, സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്ന ഒരാളാ. ഞാൻ പോട്ടെ എന്നാലും. ശരി ഞാൻ പോട്ടെ. ഒരു മാരണം. ഇവനെ കാണുന്നില്ലല്ലോ. എത്ര നേരായി? ഇവൻ ആരാ പെണ്ണ് കാണിക്കുക? എത്ര നേരായി? സമയം കുറെ ആയല്ലോ. നീയോ? നിന്റെ കണി കണ്ടത് ഇന്നത്തെ കാര്യം പോക്കാ. ബാഗും
നിങ്ങൾ ഇങ്ങനെ വൃത്തികേട് പറയരുത് കേട്ടോ. നിങ്ങളെ മനസ്സ് നന്നാകത്തിടത്തോളം കാലം നിങ്ങൾ പ്രധാനമന്ത്രിനെ പോലും കടി കണ്ടിട്ട് ഒരു കാര്യമില്ല. അല്ലാതെ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരെ പെണ്ണ് കഴിക്കാൻ കള്ള ബോക്കറല്ലേ നിങ്ങള്? എടാ കുഞ്ചു, നീ പോയിക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കോ. ഓടാ പോ. നീ എന്തൊക്കെയായിരുന്നു? എത്ര നേരമായി നിന്നെ ഞാൻ കാത്തു നിൽക്കുന്നു. നിന്നോട് ഞാൻ 9:30 വരാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ സമയം 10:30 കഴിഞ്ഞു. എന്തായാലും നേരം വഴിക്ക് പോയോ? ഇനി അതിനെ പറ്റി പറഞ്ഞ വലിയ കാര്യം കേറ്. ഈ കവലയിൽ ആരെങ്കിലും എന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര നാണക്കട. കൊല്ലം കുറയല്ലേ നിങ്ങൾ പെണ്ണ് കാണിക്കാൻ തുടങ്ങിയിട്ട്. വേഗം കേറൂ, നമുക്ക് പെട്ടെന്ന് പോവാം. എടാ പ്രേമ, നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് നിനക്കൊരു കല്യാണവും നടക്കാത്തത്. പെണ്ണ് കാണാൻ പോകുന്നത് നാണക്കേട് അല്ലേ? എന്നാ പെണ്ണ് കെട്ടുകയും വേണം. നല്ല ജോലിയും കൂലിയും ആണ്, അതുമില്ല. വയസ്സാണ് 48 കഴിഞ്ഞു. ഒന്നിറങ്ങി. നിങ്ങൾ അങ്ങനെ പറയരുത്. വർഷം മുഴുവൻ പെണ്ണ് കണ്ട് എത്ര ലക്ഷം രൂപ നിങ്ങൾ എൻ്റെ അടുത്ത് മേടിച്ചിരിക്കണം. പിന്നെ ഭക്ഷണം, ഇടയ്ക്കിടയ്ക്ക് കല്ല്. അല്ലെങ്കിൽ ബ്രോക്കർമാർക്ക് എന്താ നഷ്ടം? എനിക്ക് പണവും പോയി, വർഷവും പോയി. അറിയോ നമുക്ക്? അത് പോട്ടെ പ്രേമ, നീ സമാധാനിക്ക്. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പണം മാത്രം മോഹിച്ചിട്ടുള്ള ബോക്കറാണെന്ന്? എനിക്കും ജീവിക്കണ്ടേ, ഇതെന്റെ തൊഴിലല്ലേ. ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണോ നിന്റെ കല്യാണം നടക്കാത്തത്? അല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അച്ഛൻ കൂലിപ്പണിയാണെങ്കിലും 10ാം ക്ലാസ്സിൽ തോറ്റതാണെങ്കിലും കാണാൻ സൗന്ദര്യമില്ലെങ്കിലും എല്ലാവർക്കും സർക്കാർ ഉദ്യോഗസ്ഥനെ മതി. പിന്നെ ചെക്കനെ കാണാൻ നല്ല സൗന്ദര്യം, വില കൂടിയ കാറ്, വലിയ വീട്, ഇവയൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങൾ. പിന്നെ ഇതൊന്നുമില്ലാത്ത നിന്റെ കല്യാണം എങ്ങനെ നടക്കാനാ? നിനക്കാണെങ്കിൽ പ്രണയിക്കാനും അറിയില്ല. പോട്ടെ, നമുക്ക് നോക്കാം. നിനക്കായി ഒരു പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് നോക്കാം. എന്റെ മാത്രം വിധി എന്താ ഇങ്ങനെ? ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ വളരെ പ്രശ്നമാണ്. അങ്ങനെ എല്ലാവർക്കും ലഭിക്കില്ലല്ലോ സർക്കാർ ഉദ്യോഗം. ഇതാരും മനസ്സിലാക്കുന്നില്ല. നീ വിഷമിക്കേണ്ട പ്രേമ, നമുക്ക് നോക്കാം. നീ വണ്ടിയെടുക്കു പ്രേമ, എല്ലാം ശരിയാവും. ഓക്കെ. നമസ്കാരം. വരൂ വരൂ, അകത്തേക്ക് കയറിയിരിക്കൂ. വരൂ, ഇരിക്കൂ. ഇരിക്കൂ. ആയിക്കോട്ടെ. മോളില്ലേ? മോളകത്തുണ്ട്, ഇപ്പൊ വരൂ. എന്താ പേര്? പ്രേമൻ. മോളെ മോളെ നല്ല മധുരണ്ടാവും. എന്താ പേര്? എന്റെ പേര് കനകലത. നല്ല പേര്. ഞാൻ MSc കഴിഞ്ഞതാ, പക്ഷേ ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെന്താണ് ചെയ്യുന്നത്? പോളിഷ് പണിയാ, കരാറും എടുക്കും. എവിടെ പോയത്? ഏതുവരെ പഠിച്ചു? ബികോം. പക്ഷേ ഒരു പേപ്പർ ഫെയിൽഡാ. ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്. അത് സാരില്ല, തോൽവി ജയത്തിന്റെ മുന്നോഴി എന്നാണല്ലോ കവികൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും നല്ല മേച്ച. ആയിക്കോട്ടെ. അല്ല കേശവേട്ട, എന്താ ചെക്കൻ ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി, നല്ല കുരുത്തമുള്ള ചെക്കനാ. കള്ളുടിയോ പുകവലിയോ ഒരു ചീത്ത പരിപാടിയില്ല. പിന്നെ MSc പാസ്സായിട്ടുണ്ട്.
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് വേഗം കല്യാണം നടത്താം. അത് പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് വിഷമം തോന്നും. പ്രശ്നം ചെക്കന്റെ ജോലിയാണ്. അതെ, ഇന്നത്തെ കാലം സ്ഥിര വരുമാനമില്ലാതെ കൂലിപ്പണി കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? കൂടാതെ അവളുടെ ഇഷ്ടം ഒരു ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കാൻ. പഠിച്ച കുട്ടിയല്ലേ. കേശവട്ട, നിങ്ങളും ഞാനും കൂലിപ്പണി കൊണ്ടല്ലേ ജീവിക്കുന്നത്? ഇന്നലെ നിങ്ങൾ പറഞ്ഞതല്ലേ ഒരു കുരുത്തമുള്ള ചെക്കനെ കിട്ടിയാ മതിയെന്ന്. ഇപ്പൊ മനസ്സു മാറിയോ? മോക്ക് 35 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനിയും അവളുടെ അമ്മയ്ക്ക് വേണ്ടത് ഉദ്യോഗസ്ഥനെയാണ്. അതാണ് പ്രശ്നം. ശരി, എന്നാ ഞാൻ ഇറങ്ങുന്നു. ശരി പ്രേമ, വാ നമുക്ക് പോവാം. ശരി, പിന്നെ കാണാം. നിങ്ങള് പെണ്ണ് കാണാൻ പോയ കാര്യം ഞാൻ അറിഞ്ഞു. പോയ കാര്യം എന്തായി? വല്ലതും നടക്കും പ്രേമ? ഈ പെരിങ്കള്ളം പോക്കറിന്റെ കൂടെ പോയിട്ട് ഒരു കാര്യമില്ല. എന്താണ് നിനക്ക് വേണ്ടത്? എനിക്കൊരു പെണ്ണിനെ ശരിയാക്കി തരുമോ? കുട്ടികളും കളിക്കാനോ? വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നീ അടി വാങ്ങും. എനിക്കറിയാം, നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും നടക്കൂലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വണ്ടി വിട്. എന്നാ ഞങ്ങൾ വരട്ടെ. പ്രേമ, വാ പോകാം. ആ നല്ല കുട്ടി, നിനക്ക് ചേരും. വേഗം നമുക്ക് അടുത്ത പെണ്ണിനെ കാണാം. വാ. എന്നെ കണ്ടിട്ട് നായനെ തുറന്നിടാഞ്ഞ ഭാഗ്യം. സത്യം പറയാലോ പ്രേമ, മോളെക്കാളും ഭംഗി അമ്മേനെ. എല്ലാം നടക്കുമോ? ഇന്നത്തെ ദിവസം ഐശ്വര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കുട്ടി അടിപൊളിയാ, എനിക്കിഷ്ടപ്പെട്ടു. നിനക്ക് നല്ല മാച്ചായിരിക്കും. ഇന്ന് കണ്ടതിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഒന്നും പോസിറ്റീവ് അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ പോകാം. പിന്നെ ഇന്ന് കണ്ടതിൽ ഏതെങ്കിലും ഓക്കെ ആകും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ ഞാൻ പോട്ടെ. എന്ത് മനുഷ്യനായി? എടാ കുഞ്ചു, നീ ആരുടെ പറമ്പിന്നാ വായില വെട്ടുന്നത്? നിനക്കാരാണ് അധികാരം തന്നത്? അല്ല, അതിന് നിങ്ങൾക്ക് എന്താ? ഈ സ്ഥലത്തിന്റെ ഓണറ് രാജീവൻ കണ്ടാൽ നല്ല അടി കിട്ടും. വേ പോയിക്കോ, ആരും കാണണ്ട. പറഞ്ഞത് കേട്ടോ നീ? എന്റെ രമേശേട്ടാ, എനിക്കും ജീവിച്ചു പോണ്ടേ? എനിക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ. ഞാൻ 2 വാഴലല്ലേ മുറിക്കുന്നുള്ളൂ. അതും ജീവിക്കാൻ വേണ്ടി. അല്ല, വാഴല പിന്നെയും വരില്ലേ? അല്ലേലും നമ്മുടെ ചില MLA മാരും MP മാരും മന്ത്രിമാരും എത്ര കോടികളാ കക്കുന്നത്. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലല്ലേ? അയ്യോ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമയം വെറുതെ പോയി. മുപ്പത്തഞ്ച് വയസ്സുള്ള സുന്ദരിയായ യുവതി വരനെ തേടുന്നു. വരന്റെ ജില്ല ജോലിയും പ്രശ്നമല്ല, വരനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു. കൊള്ളാലോ. ആദ്യം ഞായറാഴ്ച 4ാമത് കണ്ട പെണ്ണിന്റെ അച്ഛനെ വിളിച്ചോക്കാം. ഒന്ന് അഭിനയിച്ച് പിടിക്കാല്ലേ?
ഹലോ, ഇത് അച്ഛനല്ലേ? ഇത് ഞായറാഴ്ച നിങ്ങളുടെ മോളെ കാണാൻ വന്ന പോളിഷ് പണിക്കാരനല്ലേ? അവന്റെ ചേട്ടനാ. ഞങ്ങൾ ജാതകം നോക്കി, 8 പൊരുത്തുണ്ട്. നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ കുടുംബക്കാരെ കൊണ്ട് വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാ. അവൾക്കേ സർക്കാർ ജോലിക്കാർ മാത്രം മതിയെന്നാ അവളെ തീരുമാനം. എന്നാ ശരി, ഈ പ്രതീക്ഷയും പോയി. എന്തായാലും മെഡിസിൻ ബൾബ് കണ്ടുപിടിച്ചത് 1000 തവണ ശ്രമിച്ചിട്ടല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ജാതി, മതം, ജാതകം, സമ്പത്ത്, ജോലി, ഇതൊന്നൊരു പ്രശ്നമല്ല. 36 വയസ്സ്, കാണാൻ സുന്ദരി, വരണേ ആവശ്യമുണ്ട്. ഏതായാലും ഇതൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ആ ആരാ പറയൂ. ഇത് നിങ്ങളുടെ മാരേജ് പരസ്യം കണ്ട് വിളിക്കണതാ. എന്റെ അനുജന് വേണ്ടാ. ജാതി, മതം, സമ്പത്ത് ആവശ്യമില്ല എന്ന് കണ്ടു. എന്റെ അനുജനാവോണ്ട് പറയല്ല, നല്ല കുരുത്തുള്ളവനാ. പിന്നെ അവൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞോണ്ടാ കുറച്ച് ലേറ്റായത്. ഇപ്പൊ വയസ്സ് 45ആയി. അതെ, എന്താണ് ചെക്കന് ജോലി? സ്വന്തം കമ്പനി ഉണ്ട്, ഫർണിച്ചർ പോളിഷിംഗ് കമ്പനി. 15ഓളം പണിക്കാരുണ്ട്. ഞങ്ങളെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരെയാ നോക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെറുക്കനെ അമേരിക്കയ്ക്ക് പോളിഷ് പണി കൊണ്ടേ പോരെ. അങ്ങനെ ഒന്ന് ശ്രമിച്ചൂടെ? വെക്കട ഫോൺ. ഇതെന്തൊരു മനുഷ്യൻ. ഇതും കൂടി ഒന്ന് വിളിച്ചോ. ഹലോ ഹലോ, ആ ഹലോ പറയൂ. ഇത് ഏകൂർന്നാ വിളിക്കുന്നു കേട്ടോ. ആ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി വിളിക്കണതാ. ആ പയ്യൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ചെക്കൻ ഒരുപാട് പഠിച്ചതാ. ഒരുപാട് എന്ന് പറഞ്ഞാല്? MSc കഴിഞ്ഞതാ. സോറി, കുട്ടി BCom കഴിഞ്ഞിട്ടേ ബാങ്ക് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ബാങ്ക് ജോലിക്കാരെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാ ശരി. ഹലോ രമേശ് ചേട്ടാ, പറയൂ. പിന്നെ ഞായറാഴ്ച രണ്ടാമത് കണ്ട പെണ്ണിന്റെ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു. അവർക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. പിന്നെ 3ാമത് കണ്ട പെണ്ണിന്റെ അച്ഛനെ ഞാൻ നാളെ വിളിക്കാം. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നീ എന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. എൻ്റെ മുത്തപ്പ, അച്ഛനെയും അമ്മയും കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടവരുടെ വേദന രക്ഷിതാക്കൾ ഇല്ലാത്തവർക്കേ മനസ്സിലാവും. വർഷം 16 കഴിഞ്ഞില്ലേ? പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട് ഇതുവരെ 500-ലധികം പെണ്ണ് കണ്ടു. ഒന്നും ശരിയായില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മദ്യപാനമില്ല, പുകവലിയില്ല, രാഷ്ട്രീയമില്ല, മറ്റ് വൃത്തികേടുകളൊന്നുമില്ല. കൂലിപ്പണിയെടുത്ത് കൃത്യനിഷ്ഠയോട് ജീവിക്കുകയാണ്. സർക്കാർ ജോലി ഇല്ലെന്നേ ഉള്ളൂ. കൂലിപ്പണിക്ക് അതിൻ്റെതായ അഭിമാനമില്ലേ? മുത്തപ്പ, കൂലിപ്പണി ഒരു പാപമാണോ? അല്ലെങ്കിലും ഗവൺമെന്റിന് സർക്കാർ ജോലി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? പിന്നെ കൂലിപ്പണി എടുക്കാൻ ഇവിടെ ആള് വേണ്ടേ? പണ്ട് മുത്തശ്ശി പഠിപ്പിച്ചിട്ടുണ്ട്, കളവൊഴിച്ച് ഏത് ജോലിക്കും അതിൻ്റെതായ അഭിമാനമുണ്ടെന്ന്. മടുത്തു മുത്തപ്പ. കൂലിപ്പണിക്കാരനായ ചെക്കനെ ആർക്കും വേണ്ട.
എങ്കിലും മുത്തപ്പ, ഞാൻ മാന്യമായിട്ട് തന്നെ ജീവിക്കും. ജീവിക്കാൻ കല്യാണം നിർബന്ധമൊന്നുമല്ലല്ലോ. ഞാൻ ഒറ്റ ആനായി ജീവിക്കും. പിന്നെ ചുറ്റുവട്ടത്തുള്ളവരുടെ നിർബന്ധം കാരണം ഞാൻ ഇറങ്ങി തിരിച്ചതേ ഉള്ളൂ. അതാണ് ഞാനും ആശിച്ചു പോയത്, അല്ലേ? പിന്നെ ഒരു വിഷമമുണ്ട്. ഇന്നത്തെ പത്രത്തിൽ കണ്ടു, ജയിൽ പുള്ളിക്ക് വധുവായിട്ട് വരേണ്ടത് ഒരു ഡോക്ടറാണെന്ന്. പ്രേമിച്ചു പോകുന്നവർക്ക് ജോലി ഒന്നൊരു പ്രശ്നമേ അല്ല. അതൊക്കെ വായിക്കുമ്പോഴാണ് ഒരു വിഷമം. ഞാൻ ചിലപ്പോൾ നന്നായി ജീവിച്ചുകൊണ്ടായിരിക്കും, അല്ലേ മുത്തപ്പ, എനിക്ക് ഈ സ്ഥിതി വന്നു. എന്താ ചെയ്യണം? എന്നെ വിട്. എന്തിനാ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? എന്തിനാ? അടുത്ത ആഴ്ച എന്റെ കല്യാണം തീരുമാനിച്ചതായിരുന്നു. ഇതിനിടയിലാണ് ഒരു കുറ്റവാളി എന്റെ ഫേസ്ബുക്കിൽ ഇട്ട ഫോട്ടോ മോർഫ് ചെയ്ത് വീഡിയോ ആക്കി ഇന്റർനെറ്റിൽ ഇട്ടത്. ആ വീഡിയോ കണ്ടതോടെ തെക്കന്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്നും പിന്മാറി. അതോടെ എന്റെ കല്യാണം മുടങ്ങി. പിന്നെ ആ ക്രൂരനായ അവൻ എങ്ങനെയോ എന്റെ നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അവർക്ക് വേണ്ടത് എന്റെ ശരീരമായിരുന്നു. ഇതോടെ എന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടു. ഇതാണ് എങ്ങനെ ചെയ്യാൻ തോന്നിയത്. മനസ്സ് തകരരുത്. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. പിന്നെ ആ കുറ്റവാളിയെ വെറുതെ വിടരുത്. അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒന്ന് നോക്കൂ, ഈ സുന്ദരമായ ലോകം, മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, കോടാനുകൂടി ജീവജാലങ്ങൾ, ഇത്രയും സുന്ദരമായ കാഴ്ചകളൊക്കെ ഭൂമിയിലെ കാണാൻ കഴിയൂ. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അതും വളരെ കുറച്ചു കാലം. സുഖദുഃഖങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഓരോ ജീവനും അമൂല്യമാണ്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. പിന്നെ നീ നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ച ജീവിതം എനിക്ക് തരൂ, എൻ്റെ ഭാര്യയായിട്ട് ജീവിതകാലം മുഴുവൻ. ജീവിതം വിധിയുടെ ഒഴുക്കിനനുസരിച്ചേ നീങ്ങുകയുള്ളൂ. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഇവിടെ 500 പ്രേമനും പൗർണമിയും ഒന്നായി ചേർന്ന് വിധിയുടെ ആഴിയിൽ ജീവിത നൗക തുഴഞ്ഞുകൊണ്ട് പുതിയ പ്രതീക്ഷയുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനൊരു കളിപ്പാവയോ, മനുഷ്യനൊരു കളിപ്പാവയോ, അധോ വിധിയുടെ കൈകളിൽ
അറിയാതെ തിരിയുന്ന വിളയാട്ടു പമ്പരമോ ജീവിതം നാടകമോ ജീവിതം നാടകമോ അതോ വിധിയുടെ ആഴിയിൽ മറുകര തേടുന്ന കടലാസു തോണിയോ മനുഷ്യനൊരു കളിപ്പാവയോ ജീവിതം നാടകമോ ഇടയ്ക്കെപ്പോഴോ നെയ്യുന്ന സ്വപ്നം ഒടുവിൽ തകരുന്ന ചില്ലുകൊട്ടാരം ഒടുവിൽ തകരുന്ന ചില്ലുകൊട്ടാരം മനുഷ്യനൊരു കളിപ്പാവയോ അതോ വിധിയുടെ കൈകളിൽ അറിയാതെ തിരിയുന്ന വിളയാട്ടു പമ്പരമോ മനുഷ്യനൊരു കളിപ്പാവയോ അതോ വിധിയുടെ കൈകളിൽ